بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. സർവശക്തനായ അള്ളാഹുലേക്ക്, അവൻ്റെ മഹബത്തിലേക്ക്, അവൻ്റെ റിദ്വാനിലേക്ക് ഇബാദത്ത് കൊണ്ട്, ഇഖ്ലാസ് കൊണ്ട്, ദിക്ർ കൊണ്ട്, ശുക്ർ കൊണ്ട്, സബർ കൊണ്ട് അടുത്ത മഹാന്മാർക്ക്, അടുത്ത വ്യക്തിക്ക് അള്ളാഹു ഭൗതിക ലോകത്ത് നൽകുന്ന 20 അനുഗ്രഹങ്ങളാണ് ഇമാം ഗസാലി എണ്ണി പറഞ്ഞത്. പല കാര്യങ്ങളും നമ്മളിതിൽ പറഞ്ഞ പല കാര്യങ്ങളും മുമ്പും വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇനി ആഖിറത്തിൽ കിട്ടുന്ന 20 കാര്യമാണ് അദ്ദേഹം പറയാൻ പോകുന്നത്. അമ്മൽ ലത്തീഫിൽ ഉഖബ, അപ്പോൾ ആഖിറത്തിൽ കിട്ടുന്ന, പരലോകത്തിൽ കിട്ടുന്ന കാര്യങ്ങൾ. ഫൽഹാദിയത്തു വൽ അശ്റൂൻ, 21-ാമത്തേത്, അൻ യുഹവ്വിനല്ലാഹു അലൈഹി, അള്ളാഹു അയാൾക്ക് എളുപ്പമായി കൊടുക്കും. അവ്വലൻ, ആദ്യമായി, സക്കറാത്തുൽ മൗത്ത്, ആദ്യത്തെ അനുഗ്രഹം അതാണ്. സക്കറത്തുൽ മൗത്തിനെ അള്ളാഹു താല എളുപ്പമായി കൊടുക്കും. അള്ളാഹു നമുക്കെല്ലാം എളുപ്പമാക്കി തരട്ടെ. വഹിയ, സക്കറത്തുൽ മൗത്ത് എന്ന് പറയുന്നത് അല്ലത്തി, ഒന്നാണ്, വജ്രത്തിൽ ഖുലൂബുൽ അംബിയാഇ സ്വലവാത്തുല്ലാഹി വസ്സലാമു അലൈഹി അജ്മഈൻ, നബിമാരുടെ കൽബുകൾ വരെയും ഭയവിഹുലമായി സക്കറാത്തുൽ മൗത്തിന്റെ വിഷയത്തിൽ. അല്ലാഹു മഹബ്ബിൻ അലിയ സക്കറാത്തുൽ മൗത്ത് എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചല്ലോ. ഫീഹ, ഈ സക്കറാത്തുൽ മൗത്തിന്റെ വിഷയത്തിൽ നബിമാരുടെ കൽബ് പോലും ഭയവിഹുലമായി. ഹത്താ സഅലുല്ലാഹ, അവർ അള്ളാഹുവിനോട് ചോദിച്ചു പോയി, അൻ യുഹവ്വിനഹ അലൈഹി, അവർക്കതിനെ അള്ളാഹു എളുപ്പമായി കൊടുക്കാൻ. ഹത്താ, എത്രത്തോളം, മന്നമിന്നും, അവരിൽപ്പെട്ടവരാണ്, മൻ, ഒരു നബി, യകൂനുൽ മൗത്ത് ഇൻദഹു, ആ നബിയുടെ അടുക്കൽ മരണം ആകും, മിസ്ല ശുർബത്തുൽ മാഇ സുലാലി, രുചികരമായ തണുത്ത വെള്ളം കുടിക്കുന്നത് പോലെ, ലില്ലംആനി, ദാഹിച്ചവന്, ദാഹിച്ചു വരേണ്ടവൻ എപ്രകാരം തണുത്ത വെള്ളം കുടിക്കുമ്പോൾ അവൻ്റെ അതിനെ അവൻ ആസ്വദിക്കുന്നു, അതുപോലെ ആ നബി മരണത്തിനെ ആസ്വദിച്ച് മരണപ്പെട്ടവരുമുണ്ട്. ഖാലല്ലാഹു അസ്സ വജല്ല അല്ലദീന തതവഫാഹുമുൽ മലായികതു തയ്യിബീന, ഒരു വിഭാഗം അവരെ മലക്കുകൾ അവരുടെ ജീവിതത്തിനെ പൂർത്തിയാക്കും, അഥവാ മലക്കുകൾ അവരെ മരിപ്പിക്കും. തയ്യിബീൻ, അവർ തയ്യിബുകളായ നിലയിൽ, എന്ന് പറഞ്ഞാൽ അവര് അവരുടെ കൗലും ഫിഉലുമെല്ലാം പരിശുദ്ധമായ നിലയിൽ, വേറൊരു അഭിപ്രായത്തിൽ എല്ലാ നന്മയും ഒരുമിച്ച് കൂട്ടിവരാൻ നിലയിൽ, അഥവാ ചെയ്യാൻ പറഞ്ഞതൊക്കെ അവർ ചെയ്തു, ചെയ്യരുതെന്ന് പറഞ്ഞെന്നല്ല, അവർ ഒഴിവായി, അവര് നല്ല സ്വഭാവക്കാരായിരുന്നു, അവരുടെ പ്രവൃത്തികൾ നല്ലതായിരുന്നു, സ്തുത്യർഹമായിരുന്നു. അതാണ് തയ്യിബീന. സാനിയത്തു വൽ അശ്റൂന, 22-ാമത്തേത്, സബാത്തു അലൽ മഅരിഫത്തി വൽ ഈമാൻ, സബാത്ത്, സ്ഥിരത, മാരിഫത്തിന്റെ മേലും ഈമാന്റെ മേലുള്ള സ്ഥിരത. എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണത്, ഇസ്തിഖാമത്ത്. വഹുവല്ലദീ മിൻഹു കുല്ലുൽ ഖൗഫി വൽ ഫസഅ, അത് അല്ലദീ, ഒന്നാണ്, മിൻഹു, അതിന്റെ പേരിലാണ് എല്ലാ ഭയവും എല്ലാ പരിഭ്രാന്തിയും ഉണ്ടായിരിക്കുന്നത്. മഹാന്മാർ പരിഭ്രാന്തിപ്പെടുന്നതെല്ലാം അതിന്റെ പേരിലാണ്. അലൈഹി കുല്ലുൽ ബുക്കാഇ വൽ ജസഅ, എല്ലാ കരച്ചിലും എല്ലാ പിടപിടച്ചിലുമെല്ലാം അതിന്റെ പേരിലാണ്. അല്ലാഹു നമുക്ക് സബാത്തുൽ ഖദം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖാലല്ലാഹു അസ്സ വജല്ല മിൻ ഖായിൽ, അസ്സ വജല്ല അസ്സ മിൻ ഖായിൽ, ഖായിലിനാൽ അവൻ ഏറ്റവും ഉന്നതനായി. അവൻ പറയുന്നു, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു, അല്ലദീന ആമനുവിനെ നാം അല്ലാഹു തആല സ്ഥിരപ്പെടുത്തും, മുഅ്മിനുകളെ, ഫിൽ ഖൗലി സാബിതി, സ്ഥിരവചനം കൊണ്ട്, ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ലോകത്തിലും, വഫിൽ ആഖിറത്തി, ആഖിറത്തിലും അല്ലാഹു തആല മുഅ്മിനീങ്ങളെ സ്ഥിരപ്പെടുത്തും. ദുനിയാവിലും സ്ഥിരപ്പെടുത്തും, ആഖിറത്തിലും സ്ഥിരപ്പെടുത്തും എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, പരിശുദ്ധമായ കലിമ കൊണ്ട്. ദുനിയാവിൽ സ്ഥിരപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ മറുപടി പറയാനുള്ള തൗഫീഖ് ഖബറിൽ ഉണ്ടാകാവുന്നതാണ്. ആഖിറത്തിൽ സ്ഥിരപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ ഹിസാബ് ചെയ്യുന്ന അവസരത്തിൽ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണവാനായ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.
സാലിസത്തു വൽ അശ്റൂന 23-ാമത്തേത് ഇർസാലു റൗഹി വർ റൈഹാൻ. റൗഹും റൈഹാനും ഉണ്ടാവുക, ആനന്ദവും അതുപോലെ തന്നെ പിന്നെ സമാധാനം, റാഹത്ത് വിശ്രമം, സമാധാനം എന്നൊക്കെ പറയാം. റൗഹ്. റൈഹാൻ എന്ന് പറഞ്ഞാൽ ആഖിറത്തിലെ വിശിഷ്ടമായ ഭോജ്യങ്ങൾ, റിസ്ഖു തയ്യിബു എന്നാണ്. വൽ ബുഷ്റ സന്തോഷം, വർത്തമാനം. വൽ റിദ്വാൻ അള്ളാഹിന്റെ ഭാഗത്തുനിന്നുള്ള തൃപ്തി. വൽ അമാൻ അള്ളാഹിന്റെ ഭാഗത്തുനിന്നുള്ള അഭയം. ഇതെല്ലാമാണ് നൽകപ്പെടുന്നത്. ഖൗലുഹു തആല, അല്ലാഹു തആല പറഞ്ഞു, അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. നിങ്ങൾ ഭയക്കരുത്, നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ സന്തോഷിക്കും സ്വർഗം കൊണ്ട്. എങ്ങനത്തെ സ്വർഗമാണ്? ആ സ്വർഗം കൊണ്ട് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു, ആ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കും എന്ന് മലക്കുകൾ അവരോട് പറയും. അപ്പൊ ഫലാ യഖാഫു ഫീമാ യഖ്ദുമു അലൈഹി ഫിൽ ഉഖുബ, അവൻ ഭയക്കുകയില്ല. ഫീമാ ഒന്നിൽ നിന്നും അവൻ ഭയക്കുകയില്ല. എങ്ങനത്തെ ഒന്നാണ്? യഖ്ദുമു അലൈഹി, ആ ഒന്ന് അവന്റെ മേൽ വന്നു ചേരും. ഫിൽ ഉഖുബ, ആ പാരത്രിക ലോകത്ത് അവന്റെ മേൽ ഭയക്കുകയില്ല. വലാ യഹ്സനു, അവൻ ദുഃഖിക്കുകയുമില്ല. അലാമ ഖല്ലഫഹു ഫി ദുനിയ, ദുനിയാവിൽ അവൻ പിന്തിച്ച ഒന്നിന്റെ മേൽ, അവൻ ചെയ്തു പോയ ഇടങ്ങേറിന്റെ മേൽ, ന്യൂനതയുടെ മേൽ അവൻ ദുഃഖിക്കുകയുമില്ല. കാരണം അതൊന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെ റാബിഅത്ത് വൽ ഇശ്റൂൻ 24-ാമത്തത് അൽ ഖുലൂദ് ഫിൽ ജിനാൻ, സ്വർഗത്തിലുള്ള ഖുലൂദിയത്താണ്, നിത്യത. മുജാവറത്തിർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുമായിട്ടുള്ള സാമീപ്യം. അൽ ഖാമിസു വൽ ഇശ്റൂൻ 25-ാമത്തേത് അൽ ജൽവത്തു ഫി സിർരി ലിറൂഹിഹി. അൽ ജൽവത്തു ഫി സിർരി ലിറൂഹിഹി, സിറും അതുപോലെ തന്നെ അലാനിയത്തും. സിറ് രഹസ്യമായിട്ടുള്ളത്, അലാനിയത്ത് പരസ്യമായിട്ടുള്ളത്. ഒന്നാമത്തത് പിന്നെന്താണ്? രഹസ്യമായി അവന്റെ റൂഹിനുള്ള ജൽവത്ത്, ശോഭ, ആ റൂഹിനുള്ള തിളക്കം. അങ്ങനെ ഫയഉർജുൽ അലാ മലായികത്തി സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ മലക്കുകളുടെ മേൽ അത് കടന്നു പോകും. ബിൽ ഇക്റാമി, ഇക്റാമോടുകൂടെ, ഇൽത്താഫ്, പ്രത്യേകമായ അനുകമ്പയോടുകൂടെ, ഇൻആം, അനുഗ്രഹത്തോടുകൂടെ. അതാണ് സിറിലുള്ള അതിന്റെ തിളക്കം. വലി ബദനിഹി, അതിന്റെ ശരീരത്തിനുള്ള തിളക്കം. ഫിൽ അലാനിയത്തി, പരസ്യമായി. അതെന്താണ്? അയാളുടെ ശരീരത്തിന് കിട്ടുന്ന തിളക്കം. അത് തഅദീമി ജനാസത്തിഹി, അവന്റെ ജനാസയെ ആദരിക്കപ്പെടും. വൽ മുസാഹമത്തി അലസ്സലാത്തി അലൈഹി, അവന്റെ മേൽ നിസ്കരിക്കുന്നതിനുള്ള തിരക്ക്. വൽ മുബാദറത്തി ഇലാ തജ്ഹീസിഹി, അവനെ എത്രയും പെട്ടെന്ന് മറമാടുന്നതിലുള്ള ധൃതി. മുഅ്മിനിന്റെ ജനാസ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അവൻ എത്രയും പെട്ടെന്ന് എത്തേണ്ടടുത്ത് എത്തേണ്ടതാണ്. യർജൂന ബിദാലിക, വന്നു കൂടുന്ന ആൾക്കാർ ആഗ്രഹിക്കും ഇതെല്ലാം കൊണ്ട് അക്സറ സവാബിൻ, കൂടുതൽ പ്രതിഫലം കിട്ടണമെന്ന്. വയഉദ്ദൂനഹു, അവർ ഈ പ്രവൃത്തിയെ എണ്ണും. അഅ്ലമ ഗുൻമിൻ, ഏറ്റവും ഉന്നതമായ ഗനീമത്തായിട്ട് എണ്ണും. അവന്റെ ജനാസിൽ പങ്കെടുക്കലും ആ ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കലും എല്ലാം ഏറ്റവും ഉന്നതമായ ഗനീമത്തായിട്ട് ജനങ്ങൾ എണ്ണും. വസാദിസത്തു വൽ ഇശ്റൂൻ 28-ാമത്തത് അൽ അമാൻ മിൻ ഫിത്നത്തി സുആലിൽ ഖബർ, ഖബറിന്റെ ഫിത്നയിൽ നിന്നും, ഖബർ ചോദ്യത്തിന്റെ ഫിത്നയിൽ നിന്നും അവൻ അമാനാകാന്നുള്ളതാണ്, നിർഭയനാകാന്നുള്ളതാണ്. തൽഖീനി സവാബി, സവാബിനെ പറഞ്ഞു കൊടുക്കപ്പെടുക എന്നുള്ളതാണ്. ശരിയായ ഉത്തരം മലക്കുകളുടെ ഭാഗത്തു നിന്ന് അവനക്ക് കിട്ടും. അങ്ങനെ ഫയഅ്മനു മിൻ ദാലികൽ ഹൗലി, ആ പരലോകത്തിലെ, ആഖിറത്തിലെ അഥവാ ഖബറിലെ, ബർസഖിലെ ഭയാനകതയിൽ നിന്നും അവൻ സുരക്ഷിതനാകും. വസ്സാബിഅത്തു വൽ ഇശ്റൂൻ 27-ാമത്തേത് തൗസിഉൽ ഖബരി, ഖബർ വിശാലമാകും. തൻവീറു, ഖബറിനെ പ്രകാശിപ്പിക്കപ്പെടും, വിശാലമാക്കപ്പെടും, പ്രകാശിപ്പിക്കപ്പെടും. അങ്ങനെ ഫയക്കൂന, ഖബറാകും, അവനാകും ഫി റൗദത്തിൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ട ഒരു ആരാമത്തിലാകും. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് വരെ. വസ്സാമിനത്തു വൽ ഇശ്റൂൻ 28-ാമത്തേത് ഈനാസു റൂഹിഹി, അവന്റെ റൂഹിന് സമാധാനം ഉണ്ടാവും, സന്തോഷം. അവന്റെ റൂഹിന് ഏകാന്തത അനുഭവപ്പെടുകയില്ല, അവന്റെ റൂഹിനൊരു സന്തോഷമുണ്ടാകും. നസമത്തിഹി, അവന്റെ നസമത്തിനും, റൂഹും നസമത്തും രണ്ടാണെന്നുള്ളതാണ്. നസമത്ത് ആ റൂഹ് നിലകൊള്ളുന്ന വസ്തു, അതാ പിന്നീട് മനുഷ്യനായിട്ട് രൂപാന്തരപ്പെട്ടത്. അവനിൽ ഇതെല്ലാം ഉണ്ട്. റൂഹുണ്ട്, നസമത്തുണ്ട്, നഫ്സുണ്ട്, ഖൽബുണ്ട്,
അക്കുലുണ്ട്, ഇതെല്ലാം കൂടെ കൂടിയതാണ് മനുഷ്യൻ. അതിന് ഒരു ഒരു പിന്നെ സന്തോഷമുണ്ടാവുക, വൈക്രാമി അതിന് ബഹുമാനമുണ്ടാവുക. അങ്ങനെ ഫതുജഅലു ആ റൂഹിനെ ആക്കപ്പെടും ഫി അജ്വാഫി തൈരിൻ ഖുദരിൻ പച്ച പക്ഷികളുടെ ഉള്ളിലാക്കപ്പെടും. മാൽ ഇഖ്വാനി സ്വാലിഹിൻ സാലിഹീങ്ങളായ സഹോദരന്മാരോടൊപ്പം. ഫരിഹീന അവർ സന്തുഷ്ടരായിരിക്കും, അവര് മുസ്തബിശിരീന അതിന്റെ അർത്ഥം അത് തന്നെ, അവർ സന്തോഷവാന്മാരായിരിക്കും. ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. പിന്നെ ആൽ ഇമ്രാനിൽ പറഞ്ഞ ആയത്ത് അദ്ദേഹം അതിൽ നിന്നും ഇങ്ങോട്ട് എടുത്തതാണ് തന്റെ വാചകമായിട്ട്. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു എന്ന് പറഞ്ഞു മിൻ ഫദ്ലിഹി, അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നും അള്ളാഹു അവർക്ക് നൽകിയത് കൊണ്ട് അവർ സന്തുഷ്ടരാകും. ഒത്താസിഅത്ത് വൽ ഇശ്റൂന 29-ാമത്തേത് അൽ ഹശ്റു ഫിൽ അസ്സി വൽ കറാമ, മഹ്ശറിൽ ഹാജരാക്കപ്പെടുക അന്തസ്സിന്റെയും കറാമത്തിലുമുള്ള ഹാജരാക്കൽ. ആനയിച്ചു കൊണ്ടുപോകുന്നർത്ഥം. മിൻ ഹുലലിൻ പിന്നെ ആഭരണങ്ങൾ ഇട്ടിട്ട്, അല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ച്, താജിൻ കിരീടം വെച്ചിട്ട്, ബുറാഖിൻ ബുറാഖ് എന്ന് പറയുന്നത് സ്വർഗത്തിലെ വാഹനം, ആ വാഹനത്തിൽ അവനെ കൊണ്ടുപോകും. സലാസൂന 30-ാമത്തേത് ബയാദുൽ വജിഹി വ നൂറുഹു, അവന്റെ മുഖത്തിനുണ്ടാകുന്ന വെളുപ്പ്, അതിന്റെ പ്രകാശം. അള്ളാഹു പറഞ്ഞു വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. വുജൂഹുൻ ചില വജിഹുകൾ അന്നേ ദിവസം നാദിറത്തുൻ തിളങ്ങിയിരിക്കുന്നതായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറത്ത്, അതിന്റെ റബ്ബിലേക്ക് അത് നോക്കിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കും. അള്ളാഹു പറഞ്ഞു വുജൂഹുൻ യൗമഇദിൻ മുസ്ഫിറ, പ്രശോഭിതമായിരിക്കും ചില മുഖങ്ങൾ ആ ദിവസം. ലാഹിഖത്തുൻ ചിരിക്കുന്നതായിരിക്കും. മുസ്തബിശിറത്തുൻ സന്തുഷ്ടവുമായിരിക്കും. വൽ ഹാദിയത്തു വസ്സലാസൂൻ 31-ാമത്തെ അനുഗ്രഹം അൽ അംനു മിൻ അഹ്വാലി യൗമിൽ ഖിയാമ, ഖിയാമത്തിലെ കാഠിന്യതകളിൽ നിന്നും രക്ഷപ്പെടുക, നിർഭയനാകുക എന്നുള്ളതാണ്. അള്ളാഹു പറഞ്ഞു അമ്മൻ യഅതി ആമിനൻ യൗമൽ ഖിയാമ. അതിനു മുമ്പുള്ള ആയത്ത് എങ്ങനെയാണ്? ഇന്നല്ലദീന യുൽഹിദൂന ഫീ ആയാതിന ലാ യഖ്ഫൗന അലൈനാ അഫമൻ യുൽഖാ ഫിന്നാരി ഖൈറുൻ അമ്മൻ യഅതി ആമിനൻ യൗമൽ ഖിയാമ. ഇന്നല്ലദീന ഒരു വിഭാഗം, യുൽഹിദൂന ഫീ ആയാതിന അവര് നമ്മുടെ ആയത്തുകളിൽ അവര് കൃത്രിമം കാണിക്കും. ലാ യഖ്ഫൗന അലൈനാ അവര് നമ്മുടെ മേൽ ഖഫിയാവുകയില്ല, അവരെ പിടിക്കും. എന്നിട്ട് അള്ളാഹ് പറയാൻ അഫമൻ ഒരാളാണോ, യുൽഖ അവനെ ഇടപെടും, പിന്നാരി നരകത്തിൽ ഇടപെടുന്നവനാണോ, ഖൈറ് അതല്ല മൻ ഒരുവനാണോ, യഅതി അവൻ വരും, ആമിനൻ നിർഭയനായ നിലയിൽ ഖിയാമത്ത് നാളിൽ. നരകത്തിൽ കൊണ്ടിടുന്നവനാണോ, അതല്ല ഖിയാമത്തിൽ നിർഭയനായി വരുന്നവനാണോ ഉത്തമൻ? തീർച്ചയായും നിർഭയനായിട്ട് വരുന്നവനായിരിക്കും ഉത്തമൻ. 32-ാമത്തേത് അൽ കിതാബു ബിൽ യമീനി, വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുക എന്നുള്ളതാണ്. ഒമിന്നും അവരിൽപ്പെട്ടവനാണ് മൻ ഒരു വിഭാഗം, കുഫിയ അവൻ മതിയാക്കപ്പെടും, അൽ കിതാബ് കിതാബിനെ റാസൻ എന്ന് പറഞ്ഞാൽ കിതാബിനെ തീരെ നൽകപ്പെടുകയില്ല. അങ്ങനത്തെ സ്വാലിഹ്യങ്ങളും സൗഭാഗ്യവാന്മാരും ഉണ്ടാകും. 33-ാമത്തേത് തൈസീറുൽ ഹിസാബ്, ഹിസാബ് എളുപ്പമാക്കുക എന്നുള്ളതാണ്. ഒമിന്നും അവരിൽപ്പെട്ട ചിലർ മൻ ലാ യുഹാസബ് അസ്ലൻ, ഒട്ടും തന്നെ അവർ ഹിസാബ് ചെയ്യപ്പെടുകയില്ല. അങ്ങനത്തെ ഒരു വിഭാഗം. അള്ളാഹു ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മളെ, ഒരർഹതയില്ലാത്ത നമ്മളെ അർഹത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റാബിഅത്തു വസ്സലാസൂൻ 34-ാമത്തേത് സിഖലുൽ മീസാൻ, മീസാനിൽ ഭാരമുണ്ടാകുക എന്നുള്ളതാണ് അമലുകൾക്ക്. ഒമിന്നും അവരിൽപ്പെട്ടതാണ് ചിലര് മൻ ലാ യൂഖഫു ലിൽ വസിനി, തൂക്കുന്നതിന് വേണ്ടി അവരെ നിർത്തപ്പെടുകയില്ല അസലിന് ഒട്ടും തന്നെ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും അല്ലാഹുമ്മ ജഅൽനാ മിൻ ഹൗലാഇ ശുഹദാഇൽ മഖ്ബൂലിൻ. വൽ ഖാമിസത്തു വസ്സലാസൂൻ 35-ാമത്തെ അനുഗ്രഹം ഉറൂദുൽ ഹൗദ്, ഹൗദുൽ കൗസറിന്റെ അടുക്കൽ അവൻ ചെല്ലലാണ്. അലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ മേൽ നിന്നാണ്, നബിതങ്ങളുടെ അടുക്കൽ. അങ്ങനെ ഫയശ്റബു അവൻ കുടിക്കും, സർബത്തിന് ഒരു ഇറക്ക് വെള്ളം. ലാ യദ്മഉ ബഅദഹാ അബദ, അതിനുശേഷം അവന് ദാഹം ഉണ്ടാവുകയില്ല. അല്ലാഹു മുവഫിഖ്നാ ലിദാലിക്. വസ്സാദിസത്തു വസ്സലാസൂൻ 36-ാമത്തേത് ജവാസു സിറാത്തി, സിറാത്ത് പാലം വിട്ടുകിടക്കലാണ്. വൻ നജാത്ത് മിനന്നാർ, നരകത്തു നിന്ന് രക്ഷപ്പെടലുമാണ്. ഹത്ത എത്രത്തോളം അന്നമിന് അവർപ്പെട്ട ചിലര് മല്ലാ യസ്മഉ ഹസീസ, നരകത്തിന്റെ പിന്നെ അട്ടഹാസത്തിന് അവർ കേൾക്കുകയില്ല. ഓം അവർ ഫീ മസ്തഹത് അൻഫുസുഹും, അവരുടെ നഫ്സുകൾ ഇച്ഛിക്കുന്ന കാര്യങ്ങളിൽ ഖാലിദൂൻ, അവർ നിത്യരായിരിക്കും. വതുഖ്മദു ലഹുമുൻ നാറു, നരകത്തീ അവർക്ക് വേണ്ടി അണയ്ക്കപ്പെടും, കെടുത്തി കളയപ്പെടും.
അള്ളാഹു നമ്മൾ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 37-ാമത്തേത് അഷ്ശഫാഅത്ത് ഫി അറസാത്തിൽ ഖിയാമ, ഖിയാമത്തിന്റെ മൈതാനിയിലുള്ള ഷഫാഅത്താണ്. മിൻ ഷഫാഅത്തിൽ അംബിയാ വർ-റുസുൽ, നബിമാരും റസൂലുകളുടെയും ഷഫാഅത്ത് പോലെ ഇവനും ഷഫാഅത്തിനുള്ള തൗഫീഖ് കിട്ടും. 38-ാമത്തേത് മിൽക്കുൽ അബദി ഫിൽ ജന്ന, സ്വർഗത്തിലെ കാലാകാലത്തെയും അധികാരമാണ്. 39-ാമത്തേത് റിദ്വാനുൽ അക്ബർ, റിദ്വാനു മിനല്ലാഹി അക്ബർ എന്ന് പറഞ്ഞിട്ടില്ലേ, അള്ളാഹുവിന്റെ അത്യുന്നതമായ വലിയ റിദ്വാനാണ്, ഏറ്റവും വലിയതായ അള്ളാഹുവിന്റെ സംതൃപ്തി. 40-ാമത്തേത് ലിഖാഉ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീന്റെ തിരുമുൽക്കാഴ്ചയാണ്. ഇലാഹിൽ അവ്വലീന വൽ ആഖിരീൻ, അവ്വലുകളുടെയും ആഖിറുകളുടെയും ഇലാഹായവൻ, അവനെ കാണാൻ കഴിയും. അൽഹംദുലില്ലാ ബിലാ കൈഫിൻ ജല്ല ജലാലുഹു, ഒരു കൈഫില്ലാതെ, ഒരു രീതിയില്ലാതെ, ഒരു രൂപം നമുക്ക് പറയാൻ പറ്റില്ല, ആ രൂപത്തിൽ യജമാനെ കാണാൻ കഴിയും. അള്ളാഹു നമുക്ക് അവന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നീട് അക്കൂല് ഞാൻ പറയാം, വൈന്നമാ അദത്തു ദാലിക, ഞാൻ ഈ 40 എണ്ണത്തിന് എണ്ണിയത് അല ഹസബി ഫഹ്മി, എനിക്ക് മനസ്സിലായതനുസരിച്ചാണ്. മബലഗ ഇൽമി, എന്റെ ഇൽമി എത്തിയതനുസരിച്ചാണ്. ഈ ഖുസൂരിഹി വനഖ്സിഹി, ആ ഇൽമ ഒരുപാട് ന്യൂനതയുള്ളതാണ്, ഒരുപാട് കുറവുള്ളതാണ്. അതോടുകൂടെ മഅദാലിക, അങ്ങനെ ആയതോടുകൂടെ ഫഖദ്, അങ്ങനെ ആയിട്ടുകൂടെ ഞാൻ ഇത്രയും പറഞ്ഞു. ഫഖദ് അജ്മൽതു വ ഔജസ്തു, ഞാൻ ഇതിനെ പിന്നെ പൊതുവായിട്ട് പറഞ്ഞു, ഞാൻ അതിനെ രത്നച്ചുരുക്കമാക്കിയതാണ്, വിശദീകരിച്ചില്ല. ഔജസ്തുവിനെ രത്നച്ചുരുക്കമാക്കി, അജ്മൽത്തുന്ന് പൊതുവായി പറഞ്ഞു. വദക്കർത്തുൽ ഉസൂല വൽ ജുമല, ഞാൻ ചില അടിസ്ഥാന കാര്യങ്ങളും ചില ജുംലകളും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അഥവാ വലോ ഫസ്സൽത്തു, ഞാനെങ്ങാനും വിശദീകരിച്ചാൽ ബാധതാലിക്ക്, ഇതിൽപ്പെട്ട ചിലതിനെ വിശദീകരിക്കാൻ തുടങ്ങിയാൽ ലമഹ്തമലഹുൽ കിതാബ്, ഈ കിതാബ് അതിനെ വഹിക്കുകയില്ല, ഈ കിതാബ് വലുതായിട്ട് മാറും. അലാ തറ, നീ കാണുന്നില്ലേ, അന്നീ ജഅൽതു മുൽക്കൽ അബദി, നേരത്തെ പറഞ്ഞില്ലേ മുൽക്കുൽ അബദ് എന്ന്, മിൽക്കുൽ അബദ് കാലാകാലത്തേക്കുള്ള അധികാരം എന്ന് പറഞ്ഞില്ലേ, അതിനെ ഞാൻ ആക്കി ഹിൽഅതൻ വാഹിദൻ, ഒറ്റ ഒരു അനുഗ്രഹമാക്കി ചുരുക്കി, അവിടെ വിശദീകരിക്കാൻ നിന്നില്ല. അഥവാ വലോ ഫസ്സൽതുഹ, ഞാൻ അതിനെങ്ങാനും വിശദീകരിച്ചാൽ ലർതഫഅത് അലാ 40 ഖിൽഅതൻ, 40-നേക്കാൾ അത് ഉയർന്നു പോകും. ഖിൽഅതൻ മിൻ നൂരിൻ, നൂറിനാലുള്ള അനുഗ്രഹം, മിൻ നൂരിൽ ഹൂരി, ഹൂറിന്റെ നൂറിനാലുള്ള അനുഗ്രഹം, ബൽ ഖുസൂരി, സ്വർഗത്തിലെ മാളികയുടെ അനുഗ്രഹം, ബൽ ലിബാസി, പുടവയുടെ അനുഗ്രഹം, വഗൈരിദാലിക, ഇങ്ങനെ അങ്ങോട്ട് വിശദീകരിക്കാൻ കഴിയും. പിന്നീട് കുല്ലു നൗഇൻ, ഓരോന്നും യസ്തമിലു അലാ തഫാസീല, ഒരുപാട് വിശദീകരണത്തിന് മേൽ ഉൾക്കൊള്ളും. ലാ യുഹീതു ബിഹാ, അതിനെ പിന്നെ വലയം ചെയ്യുകയില്ല, അഥവാ അതിനെ ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല. ഇല്ല ആലിമുൽ ഗൈബി വശഹാദ, ആ യജമാനനായ അല്ലാഹുവിനല്ലാതെ. അല്ലെങ്കിൽ അവൻ ആരാണ്? അവൻ ഖാലിഖുഹാ, അവൻ ഇവകളെ പടച്ചവനാണ്. മാലിക്, അതിന്റെ ഉടമയാണ്. വായ്യ മത്തുമഹല്ലന, നമുക്കെന്ത് പ്രതീക്ഷ, നമുക്കെന്ത് ആഗ്രഹം, ആശ ഈ മാരിഫത്ത് ദാലിക്ക്, ഇതിനെല്ലാം അറിയുന്നതിൽ, ഇതിനെല്ലാം അറിയാൻ കഴിയുന്ന എന്ത് ആശ വയ്ക്കാനാ? നടക്കില്ല, ഇതിനെല്ലാം അറിയാൻ കഴിയില്ല. കാരണം റബ്ബുനാ സുബ്ഹാനഹു യഖൂലു, നമ്മുടെ രക്ഷിതാവ് പറയുന്നു, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ, ഫലാ തഅലമു നഫ്സുൻ, ഒരു നഫ്സും അറിയുകയില്ല, മാ ഉഖ്ഫിയ ലഹും, അവർക്ക് മറച്ചു വെക്കപ്പെട്ട ഒന്നിനെ, മിൻ ഖുർറത്തി അഅ്യുൻ, കണ്ണിന്റെ കുളിർമയാൽ മറച്ചു വെക്കപ്പെട്ടതിനെ ഒരു നഫ്സും അറിയുകയില്ല. പിന്നെ എങ്ങനെ നമുക്കറിയാൻ കഴിയും? അതാണ് നേരത്തെ പറഞ്ഞത്, പിന്നെ നമുക്ക് എന്താഗ്രഹം വെച്ച് പുലർത്താനാ ഇതിനെ അറിയാൻ കഴിയുമെന്ന്? സാധ്യമല്ല. പിന്നീട് ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, അവിടുന്ന് അരുളുന്നു, ഖലഖ ഫീഹാ, അല്ലാഹു തആല സ്വർഗത്തിൽ പടച്ചു വെച്ചിരിക്കുന്നു, മാ ഒന്നിനെ, ലാ ഐനുൻ റഅത്, ഒരു കണ്ണും അതിനെ കണ്ടിട്ടില്ല, വലാ ഉദുനുൻ സമീഅത്, ഒരു ചെവിയും അതിനെ കേട്ടിട്ടില്ല, വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ കൽബിൽ അത് ചിന്തിച്ചിട്ട് പോലുമില്ല. ബൈബിളിലുണ്ട് ഈ വചനം, ഈ പറഞ്ഞ മാലാ ഐനുൻ റഅത് എന്നുള്ളത്. ഖൈർ, അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൈനൽ മുഫസ്സിരീന, ഖുർആൻ വ്യാഖ്യാതാക്കൾ യഖൂലുന, അവർ പറയുന്നു, ഫി ഖൗലിഹി തആല, അല്ലാഹുവിന്റെ ഈ വാക്കിന്റെ വിഷയത്തിൽ, ഏത് വാക്ക്? ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി, എന്റെ രക്ഷിതാവിന്റെ കലിമത്തുകൾ തീർന്നു പോകുന്നതിന് മുമ്പ് സമുദ്രം വറ്റി തീർന്നു പോകും, സമുദ്രം മുഴുവൻ മഷിയാക്കിയാലും എന്നല്ലാഹു പറഞ്ഞില്ലേ. ഇതിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ പറയുന്നു, ഇന്ന ഹാദി, ഇവകൾ ഹിയൽ കലിമാത്തു,
ചില കെലിമത്തുകളാണ്. അല്ലത്തി അങ്ങനത്തെ കെലിമത്തുകൾ യഖൂലുഹു അല്ലാഹു, അല്ലാഹു തആല അതിനെ പറയും ലിഅഹ്ലിൽ ജന്ന, സ്വർഗ്ഗവാസികളോട്, ഫിൽ ജന്നത്ത്, സ്വർഗ്ഗത്തിൽ, ലുത്തുഫോട് കൂടെ, ഇക്റാമോട് കൂടെ. വമാ തകൂനു ഹാലുഹു ഹാദി, അവന്റെ ഈ അവസ്ഥ എന്താകും? ഫഅന്ന നബ്ലഗു, നാം എങ്ങനെ എത്തിച്ചേരും? ജുസ്അം മിൻ അൽഫി അൽഫി ജുസ്ഇൻ മിൻ, ഇതിൽപ്പെട്ട ആയിരത്തിൽപ്പെട്ട ഒരു ജുസ് എങ്കിലും നമുക്ക് എങ്ങനെ എത്തിച്ചേരാൻ കഴിയും? സാധ്യമല്ല. 10 ലക്ഷത്തിൽ നിന്നാണ് 1000. ഇവിടെ അങ്ങനെ പറയണമെന്നില്ല, 1000 എന്ന് പറഞ്ഞാലും മതി. നഹ്നു ബശർ, നമ്മൾ വെറും മനുഷ്യരല്ലേ. അവ അല്ലെങ്കിൽ കൈഫ യുഹീതു ബിഹി ഇൽമു മഖ്ലൂഖിൻ, മഖ്ലൂഖിന്റെ ഇൽമു ഇതിനെ എങ്ങനെ വലയം ചെയ്യും, എങ്ങനെ മൊത്തമായി മനസ്സിലാക്കാൻ കഴിയും? കല്ല, സാധ്യമല്ല. ബൽ തകാഅദത്തിൽ ഹിമം, മനുഷ്യന്റെ ഹിമ്മത്തുകളൊക്കെ ഇരുന്നു പോയി. തകാസറത്ത് ദൂനഹു, ഇതിന്റെ മുമ്പിൽ അൽ ഉഖൂലു, ബുദ്ധികളെല്ലാം ചുരുങ്ങിപ്പോയി. ഹക്കാണ് അൻയക്കൂന ദാലിക കഥ, കാര്യം ഇപ്രകാരം തന്നെ ആകാന്നുള്ള ഹക്കാണ്. കാരണം ഇത് അത്താഉൽ അസീസുൽ അലീം, അസീസുൽ അലീമായ അള്ളാഹുവിന്റെ ദാനമാണ്. അലാ മുഖ്തദൽ ഫളിൽ, അവന്റെ ഫളിലിന്റെ തേട്ടം അനുസരിച്ച്, അൽ അലീം ഹസബിൽ ജൂദിൽ ഖദീം, ഖദീമായ അവന്റെ ഔദാര്യം അനുസരിച്ച്. അല അറിയുക, ഫൽ യഅമലിൽ ആമിലൂൻ, പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കട്ടെ. വൽ യബ്ദുലിൽ മുജ്തഹിദൂൻ, മുജ്തഹിദുകൾ പരിശ്രമിക്കുന്നവർ ചെലവഴിക്കട്ടെ ജുഹുദും, അവരുടെ പരിശ്രമത്തിനെ. ലിഹാദൽ മത്ലൂബിൽ അദീം, ഈ ഉന്നതമായ ലക്ഷ്യത്തിന് വേണ്ടി. വൽ യഅലമു, അവരറിയട്ടെ. അന്നദാലിക കുല്ലു, ഈ മുഴുവൻ അമലുകളും അഖല്ലു ഖലീലിന്, ഏറ്റവും കുറവാണ്. ഫി ജംബി മാഹും ഇലൈഹി മുഹ്താജൂൻ, ഫി ജംബി മാ, ഒന്നിന്റെ ഭാഗത്ത്, അവരതിലേക്ക് ആവശ്യക്കാരാണ്. അവരാവശ്യക്കാരാകുന്ന അനുഗ്രഹങ്ങളിലേക്ക് നോക്കുമ്പോൾ അവർ ചെയ്യുന്നത് വളരെ കുറവാണ്. വയ്യാഹു യത്ലുബുൻ, അവരതിനെ തേടുന്നു. ആ തേടുന്ന വസ്തുവിലേക്ക്, ആ അനുഗ്രഹത്തിലേക്ക് നോക്കുമ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ കുറവാണ്. വലഹു യതഅറദൂൻ, അവരതിലേക്ക് വെളിവാകുന്നു. ഏതിലേക്ക്? ഈ അനുഗ്രഹത്തിലേക്ക്. അങ്ങനെയുള്ള അനുഗ്രഹത്തിലേക്ക് നോക്കുമ്പോൾ അവരുടെ അമലുകൾ വളരെ കുറവാണ്. വൽ യഅലമു, അവരറിയട്ടെ. അന്നൽ അബ്ദു, ഒരു അടിമ, ലാ ബുദ്ദലു, അവൻ അത്യാവശ്യമാണ്. ഫിൽ ജുംലത്തി, പൊതുവെ മൊത്തത്തിൽ, മിൻ അർബഅത്തിൻ, 4 കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഏതൊക്കെയാണത്? അൽ ഇൽമു വൽ അമലു വൽ ഇഖ്ലാസു വൽ ഖൗഫു, ഇവകളാണ്. ഇൽമുണ്ടാവണം, അമലുണ്ടാവണം, ഇഖ്ലാസ് ഉണ്ടാവണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാകണം. ഈ കാര്യങ്ങൾ ഉണ്ടാകണം. വൽ ഖൗഫ് ഫയഅലമു അവലൻ, അപ്പൊ ആദ്യം അവൻ അറിയണം തരീഖ, വഴിയെ. വഴിയില്ല, അങ്ങനെ അവൻ അറിഞ്ഞില്ലെങ്കിൽ, അവൻ വഴി അറിയാണ്ട് പോയാൽ ഫഹു അഅമ, അവൻ അന്ധനായി പോകും. സുമ്മ യഅമലു ബിൽ ഇൽമി, പിന്നെ അറിഞ്ഞതനുസരിച്ച് അവൻ അമൽ ചെയ്യണം. ഇല്ല, അങ്ങനെ അവൻ അമൽ ചെയ്തില്ലെങ്കിൽ ഫഹു മഹജൂബൻ, അനുഗ്രഹത്തിൽ നിന്നും മറയിടപ്പെടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സുമ്മ യുഖ്ലിസുൽ അമല, പിന്നെ അമലിനെ അവൻ ഖാലിസാക്കണം, നിഷ്കളങ്കമാക്കണം. ഇല്ല, അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഫഹു മഗ്ബൂനൻ, അവൻ നഷ്ടമാക്കപ്പെട്ടവനാകും, നഷ്ടവാളിയായിട്ട് മാറും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. സുമ്മ, പിന്നീട് ലാ യസാലു യഖാഫു, അവൻ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കണം. വയഹദറു, അവൻ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കണം. മിനൽ ആഫാത്തി, അപകടങ്ങളിൽ നിന്നും. ഇലാ അൻ യജിദൽ അമാന, നിർഭയതയെ അവൻ എത്തിക്കുന്നത് വരെ. വയില്ല, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഫുവ മഗറൂറുൻ, അവൻ വഞ്ചിതനാകും, വഞ്ചിക്കപ്പെട്ടവനാകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വലഖദ സദഖ ദുന്നൂനുൽ മിസ്രി റഹ്മഹുല്ലാഹ് സത്യം പറഞ്ഞു. ഹൈസു ഖാല, അദ്ദേഹം പറഞ്ഞ അവസ്ഥയിൽ, അൽ ഖൽഖു കുല്ലുഹും മൗതാ, സൃഷ്ടികൾ മുഴുവനും മരണപ്പെട്ടവരാണ്. ഇല്ലൽ ഉലമ, അവർക്ക് ജീവനില്ല എന്നർത്ഥം, ആന്തരികമായ. ഇല്ലൽ ഉലമ, ഉലമ ഒഴികെ. വൽ ഉലമാ കുല്ലുഹും നിയാം, പണ്ഡിതന്മാരെല്ലാം ഉറക്കിലാണ്, അശ്രദ്ധയുടെ ഉറക്കം. ഇല്ലൽ ആമിലീന, അമൽ ചെയ്യുന്നവരൊഴികെ. വൽ ആമിലൂന കുല്ലുഹും മുഖ്തറൂന, അമൽ ചെയ്യുന്നവരെല്ലാം വഞ്ചിതരാണ്. ഇല്ലൽ മുഖ്ലിസീൻ, നിഷ്കളങ്കരൊഴികെ. വൽ മുഖ്ലിസൂന, നിഷ്കളങ്കരാവട്ടെ. കുല്ലുഹും, അവരെല്ലാം അലാ ഖത്തറിൻ അദീം, ഏത് നിമിഷവും അത് ഉജുബിലേക്കൊക്കെ പോകാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഖുൽതു അന, ഞാൻ പറയാം. വൽ അജബു കുല്ലൽ അജബ്, എല്ലാ അത്ഭുതവും. മിൻ അർബഅത്തിൻ, 4 ആളുടെ പേരിലാണ്. അതിലൊന്ന് മിൻ ആക്കിലിൻ, ഒരു ബുദ്ധിമാന്റെ പേരിലാണ്. ഗൈര്, അവൻ ഗൈറു ആലിമിൻ, വേറില്ലാത്തവൻ, ബുദ്ധി മാത്രമേ ഉള്ളൂ. അമാ യഹ്തമു, അവൻ പ്രാമുഖ്യം കൽപ്പിക്കുന്നില്ലേ. ഈ മാരിഫത്തി മാ ബൈന യദൈഹി, അവന്റെ മുമ്പിലുള്ള ഒന്നിനെ അറിയുന്നതിന്, അതായത് ആഖിറത്തിനെ കുറിച്ച് അറിയുന്നതിന്. അമാ യതഅറഫു മാ ഹുവ മുത്തലിഉൻ ബഅദൽ മൗതി അലൈഹി, അമാ യതഅറഫു, അവൻ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നില്ലേ. മാ, ഒന്നിനെ. ഹുവ, അവൻ മുത്തലിഉൻ, അതിൽ വെളിവാകുന്നവനാണ്. ബഅദൽ മൗതി, മരണത്തിന് ശേഷം അലൈഹി, അതിന്റെ മേൽ വെളിവാകുന്നവനാണ്.
അങ്ങനത്തെ ഭയാനകതയെക്കുറിച്ച് അവൻ അറിയാൻ ശ്രമിക്കുന്നില്ലേ? ബിൻ നദിരി ഫി ഹാദിഹി ദലാഇലി, ഈ ദലീലുകളിൽ ചിന്തിക്കൽ കൊണ്ട്, വൽ ഇബരി, ഈ ഗുണപാഠങ്ങളിൽ, വൽ ഇസ്തിമാഉ ഇലാ ഹാദിഹിൽ ആയാത്തി, ഈ ആയത്തുകൾ ശ്രദ്ധിച്ച് കേൾക്കൽ കൊണ്ടും, വൻ നുദിരി, ഈ മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ച് കേൾക്കൽ കൊണ്ടും, വൽ ഇൻസിആജി ബിഹാദിഹിൽ ഖവാത്തിരി, ഈ ചിന്തകൾ കൊണ്ട് ഹൃദയം പിടപെടയ്ക്കൽ കൊണ്ടും, വൽ ഹവാജിസ്, അതിൻ്റെ അർത്ഥം അവൻ്റെ ചിന്തകൾ എന്നർത്ഥം, പിന്നെ നഫ്സിലുള്ള അവന്റെ പിടപെടപ്പ് ഉണ്ടാകൽ കൊണ്ടും. അള്ളാഹു താല പറഞ്ഞു, അവലം യൻദുറു, അവർ നോക്കുന്നില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ, ഫി മലകൂത്തിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ അധികാരിയിൽ ആത്മീയമായ ആന്തരികമായ അധികാരം, അതിനെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ലേ? ഒമാ, അവർ ചിന്തിക്കുന്നില്ലേ? ഒമാ ഖലഖല്ലാഹു മിൻ ഷൈഇൻ, അള്ളാഹ് പടച്ച വസ്തുവിനെ കുറിച്ചും അവൻ ചിന്തിക്കുന്നില്ലേ? അവർ ചിന്തിക്കുന്നില്ലേ? വഖാല തആല, പടച്ചവൻ ഇബ്രാഹിം പറഞ്ഞു, അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ, അലാ യദുന്നു ഉലൈക, അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ, അന്നഹും, അവർ മബ്ഊസൂന, അവർ യാത്രയാക്കപ്പെടുന്നവരാണെന്ന് വിചാരിക്കുന്നില്ലേ, ലിയൗമിൻ അദീം, ഭയാനകമായ ഒരു ദിവസത്തിന് വേണ്ടി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവസാനം രണ്ടാമത്തെ കാര്യം, മിൻ ആലിമിൻ, ഒരു ആലിമാണ്, ഗൈരി ആമിലിൻ, അമൽ ചെയ്യാത്ത ആലിം, അവനെ കുറിച്ചാണ് ഏറ്റവും വലിയ അത്ഭുതം. ബിൽ ഇൽമി, ഇൽമുകൊണ്ട് അവൻ അമൽ ചെയ്യില്ല. അമായത്തഫക്കുർ, അവൻ ചിന്തിക്കുന്നില്ലേ, മാ യഅലമു യഖീനൻ, യഖീനൻ അവൻ അറിയുന്ന ഒന്നിനെ കുറിച്ച്, മിമ്മാ ബൈന യദൈഹി, അവന്റെ മുമ്പിലുള്ള ഒന്നിനാൽ, മുമ്പിലുള്ള എന്താണ്, മിനൽ അഹ്വാലിൽ അള്ളാം, ഭയാനകമായ കാര്യങ്ങളാൽ, വൽ അഖബാത്തി ശിആബ്, വളരെ വിഷമം പിടിച്ച കടമ്പകളാലും, വഹദാഹു അൻ നബഉൽ അദീം, ഇതാണ് നബഉൻ അദീം. അനിൻ നബഇൽ അദീം എന്ന് പറഞ്ഞാൽ അത് ഇതാണ്, അല്ലദി അൻതും അൻഹു മുഅ്രിദൂൻ, എങ്ങനത്തെ നബഉൻ അദീമാണ്, അതിൻ്റെ തൊട്ട് അവര്, നിങ്ങൾ മുഅ്രിദാണ്, നിങ്ങൾ പിന്തിരിഞ്ഞിരിക്കുകയാണ്, ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ലേ? ഫസാലിസു, മൂന്നാമത്തേത്, മിൻ ആമിലിൻ ഗൈരി മുഖ്ലിസിൻ, മുഖ്ലിസ് അല്ലാത്ത ഒരു ആമിൽ, അവനെക്കുറിച്ചും അത്ഭുതമാണ്, അമൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇഖ്ലാസ് ഇല്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അമാ യതഅമ്മലു ഖൗലഹു തആല, അള്ളാഹുവിന്റെ ഖൗലിനെ അവൻ ചിന്തിക്കുന്നില്ലേ? ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഫമൻ, ഒരാൾ, കാന, അവനായി, യർജു ലിഖാഅ റബ്ബിഹി, അവന്റെ രക്ഷിതാവിന്റെ ലിഖാഇനെ കൊതിക്കുന്നവനായി, അവൻ ഫൽയഅമൽ, അവൻ അമൽ ചെയ്യട്ടെ, അമലൻ സാലിഹ, സാലിഹായ അമൽ അവൻ ചെയ്യട്ടെ, വലാ യുശ്രിക്, അവൻ പങ്കു ചേർക്കാതിരിക്കട്ടെ, ബിഇബാദത്തി റബ്ബിഹി, അവന്റെ രക്ഷിതാവിന്റെ ഇബാദത്ത് ചെയ്യുന്നതിനോട്, അഹദൻ, ആരെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. അറാബി, നാലാമത്തത്, മിൻ മുഖ്ലിസിൻ, ഒരു മുഖ്ലിസിന്റെ വിഷയത്തിലാണ് അത്ഭുതപ്പെടേണ്ടത്. ഗൈരി ഖായിഫിൻ, ഭയമില്ല, ഇഖ്ലാസ് ഉണ്ട് പക്ഷേ ഭയമില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അമാ യൻദുർ, അവൻ ചിന്തിക്കുന്നില്ലേ, ഇലാ മുആമലാത്തിഹി ജല്ല ജലാലുഹു, അള്ളാഹുവിന്റെ ഇടപാടുകളിലേക്ക്, മഅസ്ഫിയാഇഹി, അവന്റെ പ്രത്യേകക്കാരോട്, ഔലിയായ അവന്റെ സ്നേഹിതന്മാരോട്, ഖദമിഹി, അവന്റെ സേവകന്മാരോട് ഉള്ള അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇടപെടലുകൾ, അദ്ദാലത്ത ബൈനഹു വ ബൈന ഖൽഖിഹി, അതെങ്ങനെയുള്ള ഇടപെടലാണ്, അവന്റെയും അവന്റെ സൃഷ്ടികളുടെയും ഇടയിൽ അറിയിക്കുന്നതായ, അവൻ സൃഷ്ടിയാണെന്ന് അറിയിക്കുന്ന ഇടപെടലുകൾ, അതിനെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ലേ? ഹത്താ, എത്രത്തോളം, യഖൂൽ, അള്ളാഹു തആല പറയും, ലി അക്രമിൽ ഖൽഖി അലി, അള്ളാഹുവിന് ഏറ്റവും അക്രമായ വ്യക്തി നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹു ആ നബിതങ്ങളോട് പറയുന്നു, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക, വലഖദ് ഊഹിയ ഇലൈക, താങ്കളിലേക്ക് വഹി അറിയിക്കപ്പെട്ടിരിക്കുന്നു, വഇലല്ലദീന മിൻ ഖബലിക, താങ്കൾക്ക് മുമ്പുള്ളവരിലേക്കും വഹി അറിയിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് വഹി അറിയിക്കപ്പെട്ടത്? ലഇൻ അശ്റക്ത, നീ താങ്കൾ പങ്കു ചേർത്താൽ, ലയഹ്ബത്തന്ന അമലുക, താങ്കളുടെ അമലുകൾ പാഴായി പോകും, വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ പരാജയങ്ങളിൽപ്പെട്ടവനായി പോകും. ബൽ, അല്ല, അല്ലാഹ, ബലില്ലാഹ ഫഅബ്ദു, താങ്കൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്, വകും മിനശ് ശാകിരീൻ, നന്ദിയുള്ളവരിൽപ്പെട്ടവനാക്. അല്ലാഹു റസൂലിനോട് പറഞ്ഞതാണ്. ബാക്കിയുള്ള കാര്യം എങ്ങനെയാണ്? ഇതുപോലുള്ള കാര്യങ്ങൾ അവൻ ചിന്തിക്കുന്നില്ലേ? ഹത്താ, എത്രത്തോളം, ഹുക്കിയ, ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, അന്നഹു ഖാൻ അലൈഹി സ്വലാം, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, യഖൂൽ, അവിടുന്ന് പറയാറുണ്ടായിരുന്നു, ശയ്യബത്തിനി ഹൂദുൻ വാഖവാതുഹ, എന്നെ നരപ്പിച്ചു കളഞ്ഞു ഹൂദ്, സൂറത്ത് ഹൂദ്, അതിന്റെ ഉഖ്തുകളും, സൂറത്ത് ഹൂദ് അതുപോലുള്ള വേറെയും കുറെ സൂറത്തുകൾ, സൂറത്തുൽ വാഖിഅ, സൂറത്ത് ഇദ ശംസു കുവ്വിറത്ത്,
അമ്മയത്തസാഅലൂൻ ഇതെല്ലാമാണ് സൂറത്തുൽ ഹൂദിന്റെ പിന്നെ നബിതങ്ങളോട് ഉള്ള ഇൻസാറ്. റസൂലുള്ളാഹി തങ്ങളോട് അല്പം കടുപ്പത്തിൽ അള്ളാഹു താല പറഞ്ഞ സൂറത്തുകളാണ് അതൊക്കെ. ആ സൂറത്തുകളുടെ എല്ലാം ആയത്തുകൾ അള്ളാഹു റസൂലിനെ നരപ്പിച്ചു കളഞ്ഞു എന്നർത്ഥം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.